എല്ലാവർക്കും വെൽക്കം. ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പം അതിന്റെ കുറച്ച് എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. ആൻഡ് പിന്നെ ഇന്ന് ക്രിസ്മസ് ആണ്. ഹാപ്പി ക്രിസ്മസ് ടു ഹു ആർ വാച്ചിങ് മൈ വീഡിയോ. അങ്ങനെ ഞാനിപ്പോ വന്നേക്കുന്നത് എന്റെ മമ്മിയുടെ വീട്ടിലാണ്. ആൻഡ് ഇവിടെ കുറെ നല്ല രസമുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ആൻഡ് അതിന്റെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ അപ്പം ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. നമുക്ക് അകത്തേക്ക് പോകാം. സോ അങ്ങനെ വരുന്നില്ല, നമ്മളെല്ലാരും കൂടെ കുടുംബമായിട്ടൊക്കെ ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്ന ഭയങ്കര വെരി വെരി ഹാപ്പി. സോ അതിന്റെന്ന് വെച്ചാൽ ആൾക്ക് അതിന് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി എല്ലാരും ഇവിടെ ധൃതിയിലാണ്. നമുക്ക് സ്പെഷ്യൽ എന്താ? സ്പെഷ്യൽ പോത്ത് ബിരിയാണി, ചിക്കൻ ബിരിയാണി അല്ല, ബീഫ് ബിരിയാണി. ഓക്കെ. സോ ഗൈസ് അങ്ങനെ ഇവര് എവിടെ പോയേക്കുമായിരുന്നു? എന്തൊരു കടകളിൽ പോയി? മസാല മേടിക്കും. ഏത് മസാല? ചിക്കൻ മസാല അല്ല, തെറ്റി. ബിരിയാണി മസാല. ബിരിയാണി മസാല മേടിക്കാൻ ഇത്ര വലിയൊരു ബോട്ടിൽ ഞങ്ങളൊരു സ്പ്രൈറ്റ് മേടിച്ചു. കാരണം ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങൾ. ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. പിന്നെ എങ്ങനെയുണ്ട്? കുറെ ആയല്ലോ ഇവിടെ വന്നിട്ട്. നാട്ടിലെ 3 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ ക്രിസ്മസ് കൂടുന്നത്. വാട്ട് യു ഫീൽ? ഭയങ്കര സന്തോഷമുണ്ട്. സോ അവരങ്ങനെ ആ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അവിടെ തകൃതിയായ പരിപാടികൾ നടക്കുവാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകും. എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ്. സോ ഗൈസ് അങ്ങനെ ഇവിടെ ഫുൾ അണ്ണാനുകളാ. അണ്ണാൻ അങ്ങോട്ടേക്ക് പോയി. ദേ ഇരിക്കുന്നു. അയ്യോ പോയി. സന്തോഷം സമാധാനം എല്ലാ വർഷവും. ഇതാണ് അമ്മ. അമ്മയ്ക്ക് എന്താ ക്രിസ്മസിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്? വസതി വരുന്നു. പിന്നെ നമ്മളെ ഒരു വർഷം മുഴുവൻ നമ്മളെ സൂക്ഷിച്ചു. പപ്പയ്ക്ക് എന്താണ് അഭിപ്രായം ഇവിടുത്തെ ക്രിസ്മസ്? ഇവിടുത്തെ ക്രിസ്മസ് ഇന്നിപ്പോ നമ്മള് ഇവിടെ കുടുംബ വീട്ടിലാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം. ഒരു വർഷവും കൂടെ ദൈവം നമ്പരാൻ നമ്മളെ അനുഗ്രഹിച്ചു. ഒരു വർഷം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും എല്ലാവിധ ആശംസകളും നേടുന്നുണ്ട്. ഇനി ഫുഡിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് കാണാം. നമ്മളങ്ങനെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൻഡ് നമുക്കിനി ഫുഡ് കഴിക്കാൻ നേരത്ത് നമുക്ക് കാണാം. സോ ഗൈസ് അങ്ങനെ നമുക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ഉണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, സാലഡ് ഉണ്ട്, പപ്പടം ഉണ്ട്. സോ ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം. ഓക്കെ. ഹലോ. അപ്പൊ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല ബിരിയാണി ആയിരുന്നു. അപ്പൊ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഇനി 3 മണിക്ക് എന്തോ ഒരു പരിപാടി ഉണ്ട്. ഇഫ് അങ്ങനെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കൂടെ വീഡിയോ ആഡ് ചെയ്യാം. കേക്കൊന്നും വേണ്ട, കഴിച്ച് വയറ് ക്രിസ്മസിനോടൊപ്പം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഒരു 3 മണിയാകുമ്പത്തേന് നമ്മളൊരു സ്ഥലം വരെ പോകുന്നു. അങ്ങോട്ടൊക്കെ നമ്മൾ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ്. ഇതിന് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മുടെ അവിടുത്തെ വർണ്ണ വിസ്മയം എന്താന്ന് കാണാം. അപ്പൊ പപ്പ അവിടെ ഇങ്ങനെ കാണിക്കുന്നു. എല്ലാരും റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഹായ് പറ. പപ്പാനെ കാണിച്ചില്ലേ? ജോർജ് പപ്പാനെ ഹായ് പറ. അവരെല്ലാം പിള്ളേർ സെറ്റ് എല്ലാം പോയി. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നമുക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ വണ്ടി എടുക്കാൻ വേണ്ടി പോവാം. സോ ഗൈസ് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വ്ലോഗ് ഇവിടെ തീരുവാണ്. നമ്മൾ ലഞ്ച് കഴിക്കുന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെ പടക്കം പൊളിച്ചായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ബൈ. എല്ലാരും ബൈ പറ. ബൈ. കത്തി
അപ്പുറം ഇപ്പൊ എവിടെ പത്തുമണി കത്തി